സാലി, ഒരുപക്ഷെ കോടതി പറഞ്ഞതിലെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഇന്ന് അനിൽകുമാറിൻ്റെ നിയമനം ശരിവച്ചു, അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, സിസ തോമസിന് എതിർപ്പുണ്ടെങ്കിൽ ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാം എന്നുള്ളതാണ്. അവിടെ ഉചിതമായ അതോറിറ്റി എന്നുള്ളത് വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരള സർവകലാശാല ആക്ടിലും ചട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആരാണ് നിയമന അതോറിറ്റി എന്നുള്ളത്. രജിസ്ട്രാർ, ഒപ്പം തന്നെ ജോയിൻറ്റ് രജിസ്ട്രാർ അടക്കമുള്ളവരെ നിയമിക്കാൻ സിൻഡിക്കേറ്റിനാണ് അധികാരമുള്ളത്. ഇതറിയാത്ത ആളല്ല സിസ തോമസും ചാൻസലറായ ഗവർണർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും. ഉചിതമായ അതോറിറ്റി ആരാണെന്നുള്ള വലിയൊരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുമ്പോൾ അത് തീർപ്പാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ചില നിയമ പോരാട്ടങ്ങളിൽ കൂടി കടക്കേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ നടപടിയാണ് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടത് എന്ന്. എന്തൊക്കെയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ? അതെ, ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ ഹർജി കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയിരുന്നു. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്ന വൈസ് ചാൻസലർ തന്നെ സസ്പെൻഡ് ചെയ്തു, നിയമവിരുദ്ധമാകയാൽ റദ്ദാക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയർ. നമുക്കൊക്കെ അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചു. എന്നിട്ട് സർവകലാശാലയോടും പോലീസിനോടും നിലപാട് തേടി. ആ നിലപാട് അറിയിക്കാൻ, ആ വിശദീകരണം നൽകാൻ ഇന്ന് കോടതി വീണ്ടും ചേർന്നു. അപ്പോഴാണ് ഹർജിക്കാരനായ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഒരു കാര്യം വ്യക്തമാക്കിയത്. തൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് റദ്ദാക്കിയിട്ടുണ്ട്. താൻ ആ ചുമതലയിൽ തിരികെ പ്രവേശിച്ചു. അതുകൊണ്ട് ഇനി ഹർജിയുടെ ആവശ്യമില്ല, തൻ്റെ ഈ പ്രയർ താൻ പിൻവലിക്കുന്നു, ഹർജി അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ കോടതി അതിന് അനുവാദം നൽകുകയും ചെയ്തു. കോടതി പ്രധാനമായും പരിശോധിച്ചത് ഇങ്ങനെ ഹർജി പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഹർജിക്കാരൻ ഹർജി പിൻവലിക്കാൻ എന്ന് തയ്യാറായ പശ്ചാത്തലത്തിൽ മറ്റ് നിയമപ്രശ്നങ്ങളില്ലാത്തതിനാലും ഹർജി പിൻവലിച്ച് കേസ് തീർപ്പാക്കി. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, സർവകലാശാലയുടെ അഭിഭാഷകൻ ഇന്നലെ എന്താണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചു. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്ന് കോടതി അറിയിച്ചു. ആ തീരുമാനങ്ങളിൽ ഒന്ന് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ സസ്പെൻഷൻ റദ്ദാക്കി അദ്ദേഹത്തെ രജിസ്ട്രാറെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കോടതി മറ്റൊരു ഇടപെടലും നടത്തിയില്ല. സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുകയുണ്ടായത്. ഒരു കാര്യം കോടതി പറഞ്ഞു, ഈ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം, അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ വൈസ് ചാൻസലർക്കോ താൽക്കാലിക വി സിക്കോ, ഇപ്പോൾ താൽക്കാലിക വി സിയാണ് സിസ തോമസ്, എതിർപ്പുണ്ടെങ്കിൽ ഉചിതമായ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം എന്നാണ് ജസ്റ്റിസ് കെ സിംഗ് ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. അതായത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി, ഉചിതമായ അതോറിറ്റി എന്ന് കോടതി ഒരു ഘട്ടത്തിലും ചാൻസലർ എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലർക്ക് പരാതി ഉണ്ടെങ്കിൽ ചാൻസലറെ കാണൂ എന്നല്ല പറഞ്ഞത്, ഉചിതമായ അതോറിറ്റിയെ കാണൂ എന്നുള്ളതാണ്. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു തർക്കം. ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ താൽക്കാലിക വി സി സിസ തോമസ് ഇതിനകം തന്നെ റിപ്പോർട്ട് ചാൻസലറായ ഗവർണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന നിയമവിരുദ്ധമാണ്, അങ്ങനെയാണ് സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി നിയമപരമല്ല, അദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിച്ച നിയമപരമല്ല എന്നൊക്കെ പറഞ്ഞൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതാണോ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന ചോദ്യം നിയമപരമായി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം സർവകലാശാല ആക്ട്, കേരള യൂണിവേഴ്സിറ്റി ആക്ട് നിയമസഭ പാസ്സാക്കിയതാണ്. അതിൽ ഭേദഗതികൾ പല ഘട്ടങ്ങളിലായി വരികയും ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടും ഉണ്ട്. ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം വ്യക്തതയോടെ, സ്റ്റാറ്റ്യൂട്ട് ഈ ഇത്തരം രജിസ്ട്രാർ പോലെയുള്ള പദവികൾ, ഉയർന്ന പദവികളിൽ അതിൻ്റെ നിയമനാധികാരി, തുടർന്നുള്ള നടപടികളുടെ അധികാരി, മറ്റ് കാര്യങ്ങളുടെ അധികാരി, അതെല്ലാം സർവകലാശാലയുടെ പരമോന്നത സമിതിയായ സിൻഡിക്കേറ്റ് ആയിരിക്കും എന്ന് KU ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിലും KU ആക്റ്റാണ് ബാധകമാവുക എന്നുള്ളത് വ്യക്തമാണ്. അതും മാത്രമല്ല, വ്യക്തതയോടെ പല കാര്യങ്ങളും 10/3 KU ആക്ടിൻ്റെ 10 സബ് ഡിവിഷൻ 3 പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ സിൻഡിക്കേറ്റ് ഇല്ലാതെ വരികയോ സിൻഡിക്കേറ്റിന് യോഗം ചേരാൻ കഴിയാതെ വരികയോ ചെയ്താൽ മാത്രമേ ആ അധികാരം വൈസ് ചാൻസലർക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഇപ്പോൾ ആക്റ്റീവായി നിലനിൽക്കുന്നുണ്ട്, അവൈലബിളായ ഒരു ഘടകമാണത്. ആ സമിതി യോഗം ചേരാൻ തയ്യാറാണ്, യോഗം ചേരുന്നുമുണ്ട് കൃത്യമായ മുറയ്ക്ക്. ഇന്നലെയും യോഗം ചേർന്നു. അപ്പോൾ യോഗം ചേരാൻ കഴിയുന്ന ഒരു സിൻഡിക്കേറ്റ് നിലനിൽക്കെ 10/3 10 സബ് ഡിവിഷൻ 3 എന്ന വകുപ്പ് ഉപയോഗിച്ച് വൈസ് ചാൻസലർക്ക് ഒരു ഉത്തരവ് ഇറക്കാൻ രജിസ്ട്രാറുടെയോ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെയോ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെയോ കാര്യത്തിൽ ഇറക്കാൻ കഴിയില്ല. അതാണ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായി പറയുന്നത്.
അത് മറികടന്നാണ് സസ്പെൻഷൻ ഉത്തരവ് മോഹനൻ കുന്നുമൽ എടുത്തതും അതിൻ്റെ പിന്നാലെ ഇപ്പോൾ താൽക്കാലിക VC-യായ സിസ തോമസ് പിന്നാലെ പിടിച്ചിരിക്കുന്നതും. പക്ഷേ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമോപദേശം. കോടതി ഇന്ന് പ്രാഥമികമായി അക്കാര്യം പരിശോധിച്ചിട്ടാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഇനി വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നിയമ പോരാട്ടം നടന്നാലും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടും KU ആക്ടും കേരള യൂണിവേഴ്സിറ്റി ആക്ടും എന്തു പറയുന്നു അതേ കോടതിക്ക് പരിഗണിക്കാൻ കഴിയും.